നോക്ക്. ഞാൻ കല്യാണത്തിനെന്ന് മാത്രം ഇട്ട ഓർണമെന്റ്സാ, ഒന്നിനും മങ്ങലേറ്റിട്ടില്ല. ഇത് ഞാൻ കടമായിട്ട് തരുന്നതല്ല, ഇതെല്ലാം മഞ്ജുവിന് അവകാശപ്പെട്ടതാ. ദാ നോക്ക്. മഞ്ജുവിന്റെ ഏട്ടനും അയാളെ വഴിതെറ്റിച്ച അവളും പങ്കെടുത്തില്ലെന്ന് കരുതി മഞ്ജുവിന്റെ കല്യാണത്തിന് ഒരു മങ്ങലും ഏൽക്കില്ല. ഞാനും എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ചേർന്ന് മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തരും. ഏട്ടത്തി എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് എങ്ങനെ നന്ദി കാണിക്കണമെന്ന് എനിക്ക് അറിയില്ല. അതൊന്നും വേണ്ട, എനിക്ക് മഞ്ജുവിനെ ഒത്തിരി ഇഷ്ട. മേക്കേട്ടനെ, അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കണം. ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവര് നിരാശപ്പെടണം. അത്രത്തോളം നമ്മളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ടെണ്ണോ. അയാളിന്ന് എത്തും, ചികിത്സയൊക്കെ കഴിഞ്ഞു. ചികിത്സ അതുകൊണ്ട് എന്താ പ്രയോജനം? കുറച്ച് പൈസ കളയാം, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെനിക്കും അറിയാം. മിക്കവാറും ചികിത്സക്കെന്നും പറഞ്ഞ് അയാൾ എനിക്ക് കല്യാണത്തിന് മുടക്കാനുള്ള പണം കളയുമെന്ന് തോന്നുന്നു. അത് ഉറപ്പല്ലേ? അയാള് മുന്നിൽ നിന്ന് കല്യാണം നടത്തുവാണെങ്കിൽ ഒരു 2-3 കോടി രൂപയെങ്കിലും ഈ കല്യാണത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വന്നേനെ. ആ പൈസ എല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തില് ഒലിച്ചു പോകത്തേ ഉള്ളൂ. മഞ്ജു ഇതൊക്കെ നിട്ട് നോക്കിയേ, അല്ലെങ്കിൽ ഞാൻ അണിയിച്ചു തരാം. എങ്ങനെ ഇതൊക്കെ മടക്കി തരൂന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും മടക്കി വേണ്ട. കല്യാണത്തിന് എനിക്കച്ഛൻ 150 പവൻ തന്നായിരുന്നു. പിന്നെ കല്യാണശേഷം മുത്തശ്ശിയും കുറെ തന്നു. കല്യാണത്തിന് അച്ഛനും മുത്തശ്ശിയൊക്കെ അവരുടേതായ സംഭാവന തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി ആവുമ്പോ 100 പവന് മുകളിൽ ശരീരത്തിലുണ്ടാവും. എന്ന് വെച്ചാ കണ്ണനില്ലെങ്കിലും നാട്ടുകാർക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നർത്ഥം. അയാളുടെ ഫിനാൻസസില് സ്വർണം പണയം വെച്ചിട്ട് പലിശ അടയ്ക്കാതെ അവിടെ തന്നെ ഇരുന്ന് പോയ ഒരുപാട് സ്വർണങ്ങളുണ്ട്. കണക്കില്ലാത്ത സ്വർണം. അതൊക്കെ ലോക്കറിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുക. അതിന്നൊരു 10-200 പവൻ എനിക്ക് തന്ന അയാൾക്കൊരു നഷ്ടവും വരില്ല. അതുപോലും അയാൾ കല്യാണത്തിനൊന്നും പറഞ്ഞ് പുറത്തെടുക്കില്ല. ഇനി അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട മഞ്ജു. അയാളെല്ലാം കൂടെയുള്ളവൾക്ക് കൊടുക്കട്ടെ, അവളെ മാത്രം സന്തോഷിപ്പിക്കട്ടെ. എന്തായാലും ഇത്രയും ദിവസം 2 എണ്ണവും ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അത് ഇന്നത്തോടെ പോയി കിട്ടും.